സിദ്ധ അലറി വിളിച്ച് വൈഭവ് അവൻ്റെ ക്യാബിനിലേക്ക് കയറി വന്നു. ഓ, പേടിച്ചല്ല വിച്ചു, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കാറിപ്പൊളിക്കുന്നേ? ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫയൽ മാറ്റിവെച്ച് സിദ്ധു എഴുന്നേറ്റവനോട് ചോദിച്ചു. മുത്തശ്ശി വിളിച്ചിരുന്നു എന്നെ, എൻ്റെ കല്യാണം ഉടനെ നടത്തണമെന്ന് പറയാൻ. ഇത് നീയും കൂടി അറിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ, മുത്തശ്ശൻ എന്നെ വിളിച്ചിരുന്നു. രാവിലത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം തിരക്കി. അവിടെ നടന്നതൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ തന്നെയാ ഇങ്ങനൊരു കാര്യം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. എന്നെ ഇപ്പോൾ കല്യാണം കഴിപ്പിച്ചിട്ട് ആർക്കെന്ത് നേടാനാ? നടക്കില്ല സിദ്ധ. നിനക്കറിയാലോ എന്നെ. ഈ പ്രേമം, കല്യാണം എന്നൊക്കെയുള്ള ഈ വക ചീപ്പ് ഡ്രാമയോട് പണ്ടേക്ക് പണ്ടേ ഗുഡ് ബൈ പറഞ്ഞവനാ ഈ വൈഭവ്. വേണ്ടെന്ന് വെച്ചതൊന്നും രണ്ടാമത് തേടി പോയിട്ടില്ല ഞാൻ. അതുകൊണ്ട് മുത്തശ്ശനെ വിളിച്ച് നീ തന്നെ പറഞ്ഞേര്, എൻ്റെ കല്യാണം എന്ന ആലോചന അങ്ങ് മാറ്റിവെച്ചോളാൻ. സിദ്ധുവിനോട് കാലിപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ടവൻ തിരികെ പോകാനായി തുടങ്ങിയതും, എങ്കിൽ സൗപർണികയെ നീ അങ്ങ് മറന്നേക്ക്. പിറകിൽ നിന്നും സിദ്ധുവിൻ്റെ ശബ്ദം പൊങ്ങി. അത് കേട്ടതും വൈഭവ് അവിടെ തന്നെ നിന്നു. സിദ്ധു അവൻ്റെ അടുത്തേക്ക് ചെന്നു. പിച്ചു, ബോർഡ് മെമ്പേഴ്സിന്റെ തീരുമാനപ്രകാരം ഡോക്ടർ ആനന്ദിനെയാണ് താൽക്കാലികമായി സൗപർണികയുടെ CEO ആയി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. വാട്ട്? എന്ത് യോഗ്യതയുണ്ട് അവന് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ CEO സ്ഥാനത്തിരിക്കാൻ? ആനന്ദിൻ്റെ പേര് കേട്ടതും വൈഭവിന് കലി കയറി. എല്ലാം ഉണ്ട് വിച്ചു അവന്. സൗപർണികയുടെ നേരത്തെ പാർട്ണർ നരേന്ദ്രൻ്റെ മകൻ, ആൻഡ് വിവാഹിതനായ ഒരു പീഡിയാട്രിക് ഡോക്ടർ. അത്രയും പോരെ നിന്റെ അഭാവത്തിൽ അവനാ സ്ഥാനത്തിരിക്കാൻ? സിദ്ധു മെല്ലെ പറഞ്ഞതും വൈഭവിൻ്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി. ദേഷ്യം കൊണ്ട് അവൻ്റെ പൂച്ച കണ്ണുകൾ ചുവക്കാൻ തുടങ്ങി. ഡാ, അവന് അവര് പറഞ്ഞ ക്വാളിറ്റിയിൽ ഒന്നേ നിനക്ക് കുറവുള്ളൂ, ഭാര്യ. നീ വിവാഹിതനായി നല്ലൊരു ഭാര്യ നിനക്ക് വന്നാൽ നിന്റെ ഇപ്പോഴത്തെ ബാഡ് ഇമേജ് പോയി കിട്ടും. സോ നന്നായി ഒന്ന് ആലോചിക്കടാ. ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു പോംവഴി ഇതാണ്. വൈഭവിൻ്റെ തോളിൽ കൈവച്ച് സിദ്ധ അത് പറഞ്ഞതും വൈഭവ് അവനെ ഒന്ന് നോക്കി. പെട്ടെന്ന് വൈഭവിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഹലോ ഡോക്ടർ, ഒരു എമർജൻസി കേസുണ്ട്. ഒരു സേതുമാധവ്. ഹാർട്ടിൽ പമ്പിംഗ് വെസൽസിൽ സ്വെല്ലിംഗ് ആണ്. കുറച്ച് സീരിയസ് കേസാണ്. ഡോക്ടർ ഒന്ന് വരുമോ? ഓക്കെ, ഞാനിപ്പോൾ എത്താം. പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് സിദ്ധുവിനെ ഒന്ന് കടുപ്പിച്ച് നോക്കി വൈഭവ് ഇറങ്ങിപ്പോയി. അവൻ പോയതും സിദ്ധു ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഏട്ടാ, സംഗതി ഏറ്റെന്ന് തോന്നുന്നു. ആനന്ദിൻ്റെ കാര്യം എടുത്തിട്ടത് അവന് കൊണ്ട്. ബിച്ചുവിനൊരു ആട്ടമുണ്ട്. ബാക്കിയൊക്കെ അനിയേട്ടൻ്റെ കയ്യിലാണ്. ഡാ സിദ്ധ, അവനെ മാണിക്യമംഗലത്ത് രാജശേഖരവർമ്മയുടെ പേരക്കുട്ടിയാ. സ്വന്തമായതൊന്നും കൈവിട്ട ചരിത്രം ഇന്നോളം അവനില്ല. അതുകൊണ്ട് നീ ആദ്യം എൻ്റെ ചെറുക്കന് പറ്റിയ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഒരു ചിരിയോടെ മറുപുറത്തു നിന്നും അനി പറഞ്ഞതും സിദ്ധുവും ചിരിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്തു. മാധവന്റെ മകനായ അനിരുദ്ധ് വൈഭവിനേക്കാളും 3 വയസ്സിന് മൂത്തതാണ്. വൈഭവ് ആരോടെങ്കിലും കുറച്ച് അടുപ്പത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അനിരുദ്ധിനോടും പിന്നെ അവൻ്റെ ഉറ്റ സുഹൃത്തും സഹപാഠിയുമൊക്കെയായ സിദ്ധാർത്ഥ് കൃഷ്ണൻ എന്ന സിദ്ധുവിനോടാണ്. അതുപോലെ മുത്തച്ഛൻ കഴിഞ്ഞാൽ ആരുടെയെങ്കിലും വാക്കിന് വൈഭവ് ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അനിരുദ്ധിൻ്റെ വാക്ക് മാത്രം. അതാണ് സിദ്ധു അനിയെ വിളിച്ച് കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ചത്. നിനക്ക് ഇവിടുത്തെ സാറിനെ അറിയാമെങ്കിൽ അദ്ദേഹത്തോട് ഒരു ഹെൽപ്പ് ചോദിച്ചൂടെ? ഒന്നുമില്ലെങ്കിലും അദ്ദേഹവും ഒരു ഡോക്ടറല്ലേ. ചിലപ്പോൾ നമ്മളെ സഹായിച്ചാലോ? അറിയാവുന്ന കോണ്ടാക്ട്സ് എല്ലാം ഉപയോഗിച്ച് ഓപ്പറേഷനുള്ള പണം അറേഞ്ച് ചെയ്യാൻ നോക്കുകയാണ് ശിവ. അപ്പോഴാണ് ചിത്തു അവളോട് ചോദിച്ചത്. ഇന്റർവ്യൂ ദിവസം സിദ്ധാർത്ഥ് സാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. സൗപർണികയുടെ MD ആയ ഡോക്ടർ വൈഭവ് മഹേന്ദ്രവർമ്മ എന്ന അദ്ദേഹത്തെ ഇതുവരെ ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. എന്തായാലും ആരോടെങ്കിലും അനുവാദം വാങ്ങി ആളെ ഒന്ന് കാണാൻ ഞാൻ. എവിടുന്ന ഒരു കച്ചിത്തുരുമ്പ് കിട്ടുവാന്ന് അറിയില്ലല്ലോ. പറഞ്ഞുകൊണ്ട് ശിവ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്തായാലും അദ്ദേഹത്തെ ഒന്ന് കാണണം, മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവൾ നടന്നു. സേതുമാധവൻ, വയസ്സ് 44, വീട്ടുപേര് നഭസ്. തൻ്റെ ക്യാമ്പിലിരുന്ന് സേതുമാധവന്റെ കേസ് ഫയലിലൂടെ കണ്ണോടിക്കുമ്പോൾ വൈഭവിന്റെ കണ്ണുകൾ നഭസ് എന്ന പേരിൽ കുടുങ്ങി. എവിടെയോ കേട്ട ഒരു ഓർമ്മ. സാർ, നഭസ്. അതൊരു ഹോം കെയർ പോലെയാണ്. ആരുമില്ലാത്ത അനാഥരായ കുറച്ചു കുട്ടികളെയും വൃദ്ധന്മാരെയും സംരക്ഷിക്കുന്ന വീട്. ഈ സേതുമാധവനാണ് അതിൻ്റെ ചുമതല. അതിനെപ്പറ്റി ഒരിക്കൽ ഒരു ചെറിയ ആർട്ടിക്കിൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അതാവും സാർ കണ്ടത്. ഹരി ഡോക്ടർ വൈഭവനോട് പറഞ്ഞതും അവനൊന്ന് മൂളി. സാർ, സേതുമാധവന്റെ മകൾ സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്തിന്? അതവർക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. സോ ഓപ്പറേഷൻ അടയ്ക്കേണ്ട എമൗണ്ടിന്റെ കാര്യത്തിൽ ഒരു കൺസെഷൻ ചോദിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ നമ്മുടെ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലെ പുതിയ സ്റ്റാഫ് കൂടിയാണ് സാർ. സാറിനെ കാണാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷുഡ് ഐ കോൾ ഹർ? ഹരി ഡോക്ടർ ചോദിച്ചതും വൈഭവ് ഒരു നിമിഷം എന്തോ ആലോചിച്ചു. ഓക്കെ, അകത്തേക്ക് വരാൻ പറ. പിന്നെ ഹരി പൊയ്ക്കോളൂ, ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം. ഹരിയുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ വൈഭവ് വീണ്ടും പറഞ്ഞതും ഹരി ഒന്ന് തലയാട്ടി പുറത്തേക്ക് പോയി. വൈഭവ് തൻ്റെ കേസ് ഫയലിലെ പേര് ഒന്നുകൂടി വായിച്ചു. സേതുമാധവൻ, കെയർ ഓഫ് ശിവാമി സേതുമാധവ്. അത് വായിച്ചതും എന്തോ തീരുമാനിച്ചതുപോലെ അവൻ്റെ ചുണ്ടിൽ നിഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വൈഭവിന്റെ ആവശ്യം കേട്ട് ഒരു ഇടിമിന്നലേറ്റ കണക്കെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ശിവ. ശിവാമി ഒന്നും പറഞ്ഞില്ല. ഒരു പരിഹാസം നിറഞ്ഞ ചുവയോടെ അവൻ്റെ ശബ്ദം ഉയർന്നതും അവളൊന്ന് ഞെട്ടിനോക്കി. എനിക്ക് പറ്റി
അവൾ എന്തോ പറയാൻ ശ്രമിച്ചതും വൈഭവ് അത് തടഞ്ഞു. നോക്ക് ശിവാമി, താൻ എസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നിന്റെ അച്ഛൻ്റെ ഓപ്പറേഷനും നിന്റെ വീടിൻ്റെ കടവുമടക്കം ഫിനാൻഷ്യലി നിന്റെ പ്രോബ്ലംസ് എല്ലാം ഞാൻ തീർക്കും. പക്ഷേ നീ നോ ആണ് പറയുന്നതെങ്കിൽ ഈ നിമിഷം നിനക്ക് നിന്റെ അച്ഛനെയും കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകാം. പക്ഷേ മറ്റൊരു ഹോസ്പിറ്റലിലും ഒരു ഡോക്ടറും സേതുമാധവന്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല. ഉറച്ച ശബ്ദത്തോടെയുള്ള അവൻ്റെ വാക്കുകളിലെ ഉറപ്പ് അവളെ ഭയപ്പെടുത്തി. അതൊരു ഭീഷണിയായിരുന്നു, തടുക്കാൻ കഴിയാത്ത ഒന്ന്. വൈഭവ് മഹേന്ദ്രനെ പോലെയുള്ള ഒരാളുടെ ഭീഷണി അത് എതിർക്കാൻ തനിക്കാവില്ല. പക്ഷേ അയാളുടെ ആവശ്യം. അവൾ മിഴികൾ നിലത്തേക്ക് പായിച്ചു നിന്നു. അച്ഛൻ്റെ ഓപ്പറേഷന് സഹായം ചോദിക്കാൻ MDയുടെ ക്യാമ്പിൽ വന്നതാണ് അവൾ. അപ്പോഴാണ് വൈഭവിൽ നിന്ന് ഇങ്ങനൊരു ആവശ്യം ഉയർന്നത്. ഒരു വർഷത്തേക്ക് നീ എൻ്റെ ഭാര്യയായി എല്ലാവർക്കും മുന്നിലൊന്ന് അഭിനയിച്ചാൽ മാത്രം മതി. വേറൊന്നും ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടില്ല. സമ്മതമാണെങ്കിൽ നിനക്ക് ആ മുദ്രപത്രത്തിൽ സൈൻ ചെയ്യാം. ടേബിളിൽ ഇരിക്കുന്ന മുദ്രപത്രത്തിലേക്ക് അവൻ വിരൽ ചൂണ്ടി പറഞ്ഞതും അവൾ ഒരു നിമിഷം അതിലേക്ക് നോക്കി നിന്നു. മുന്നിലിരിക്കുന്നവൻ്റെ കൂടെ 1 വർഷത്തേക്ക് ഉള്ള ഭാര്യ പദവി. നോ പറഞ്ഞാൽ എനിക്ക് നഷ്ടമാകുന്നത് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ജീവൻ, കൂടെ കുറേ ജീവിതങ്ങളും. പക്ഷേ സമ്മതിച്ചാൽ എൻ്റെ ഒരാളുടെ ജീവിതമേ നഷ്ടമാകൂ. ഞാൻ സ്നേഹിക്കുന്നവരെ എല്ലാം എനിക്ക് രക്ഷപ്പെടുത്താം, അവൾ ഓർത്തു. ഡു യു എഗ്രി മിസ് ശിവാമി? വീണ്ടും അവൻ്റെ ശബ്ദമുയർന്നതും അവളൊന്ന് ഞെട്ടി. നിറഞ്ഞു വന്ന കണ്ണിനെ അമർത്തി തുടച്ച് മുൻപിൽ വെച്ചിരുന്ന മുദ്രപത്രത്തിൽ ഒപ്പുവെച്ചു. ദാ നിങ്ങളുടെ കോൺട്രാക്ട്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊപ്പം അടുത്ത 1 വർഷത്തേക്ക് നിങ്ങളുടെ ഭാര്യയായിരിക്കാൻ എനിക്ക് സമ്മതമാണ്. ചുവന്ന മിഴികളോടെ ആ കോൺട്രാക്ട് പേപ്പേഴ്സ് അവന് നേരെ നീട്ടി അവൾ പറഞ്ഞതും ചുണ്ടിൽ വരുന്ന ഒരു പുച്ഛച്ചിരിയോടെ അവനത് വാങ്ങി. സോ നൗ ഓൺ യു ആർ മിസ്സസ് ശിവാമി വൈഭവ് വർമ്മ. അടുത്തു വന്നവൻ പറഞ്ഞതും അവൾ കത്തുന്ന മിഴിയോടെ അവനെ തുറിച്ചു നോക്കി. അവനൊന്ന് ചിരിച്ചു. നാളെ രാവിലെ തന്നെ അച്ഛൻ്റെ ഓപ്പറേഷനാണ്, തയ്യാറായിക്കോളൂ. പിന്നെ ഈ ഡീൽ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ളതാണ്. പുറത്തുള്ളവരോട് എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പറയാം. അത്രയും പറഞ്ഞ് വൈഭവ് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിറഞ്ഞു തൂവിയ കണ്ണുകളെ അമർത്തി തുടച്ച് അവൾ നിന്നു. വാട്ട്? നീ എന്ത് ഭ്രാന്താവിച്ചു ഈ പറയുന്നേ? 1 വർഷത്തേക്ക് നിന്റെ ഭാര്യയെ അഭിനയിക്കാനാണ് ആ പെണ്ണിനെ കെട്ടുന്നതെന്ന്. കല്യാണം എന്താ കുട്ടിക്കളിയാണെന്നാണോ വിച്ചു നിന്റെ വിചാരം? പറയുന്നതെന്ന് എന്താണെന്ന് വല്ല ബോധവും ഉണ്ടോ നിനക്ക്? സിദ്ധു നിന്ന് അലറുകയാണ്. വൈഭവ് ശിവാമിയെ വിവാഹം കഴിക്കുന്നതിൻ്റെ കാര്യം അവനോട് വന്ന് പറഞ്ഞതാണ്. നീയല്ലേ പറഞ്ഞത് സൗപർണിക എനിക്ക് തിരികെ വീണ്ടെടുക്കണമെങ്കിൽ എനിക്കൊരു നല്ലൊരു ഭാര്യ വേണമെന്ന്. ശിവാമി സേതു മാധവ് ഈസ് പെർഫെക്റ്റ് ഫോർ ദാറ്റ്. അവളുടെ ഉടമസ്ഥയിലുള്ള നഫസ് എന്നയ ഹോം കെയർ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ബാഡ് ഇമേജ് മാറ്റാനുള്ള ഏറ്റവും നല്ല തുറപ്പുചിട്ട്. എനിക്ക് മനസ്സിലായില്ല, നീ എന്താ പറയുന്നേ? വൈഭവിൻ്റെ വാക്കുകൾ മനസ്സിലാകാതെ സിദ്ധു ചോദിച്ചു. കാര്യം സിമ്പിളാണ് സിന്ധു. ശിവാമി MBA ചെയ്തത് മംഗലത്ത് കോളേജിലാണ്. അവിടെ വെച്ച് അവളെ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായി. ആരും അറിയാതെ തുടർന്ന ഒരു ബന്ധമായിരുന്നു ഞങ്ങളുടേത്. ഞാൻ ഇതുവരെ മാരേജിന് ഒന്നും സമ്മതിക്കാതിരുന്നത് തന്നെ ശിവാമിയുടെ പഠിത്തം കഴിയാൻ വേണ്ടിയായിരുന്നു. അതുപോലെ നഫസിൻ്റെ കാര്യങ്ങൾ ആരും അറിയാതെ നോക്കി നടത്തിയിരുന്നതും ഞാനാണ്. പക്ഷേ ഇപ്പോൾ ശിവാമിയുടെ അച്ഛന് ഒരു മേജർ സർജറിയുടെ ആവശ്യം വന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മുന്നിലെടുത്ത് ഞാനും ശിവാമിയും തമ്മിലുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചു. എത്രയും വേഗം തന്നെ. ഗോഡ്. വൈഭവ് പറഞ്ഞു നിർത്തിയതും സിദ്ധു അവനെ വാ പൊളിച്ചു നോക്കി നിന്നുപോയി. ഇത്രയും പെട്ടെന്ന് അവൻ മെനഞ്ഞെടുത്ത കഥ കേട്ട് സിദ്ധുവിൻ്റെ തലയിലെ സകല കിളികളും പറന്നു. പിന്നെ മുത്തശ്ശനോട് നീ ഞാൻ പറഞ്ഞത് തന്നെ പറയണം. എന്നിട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം കഴിക്കണം. അധികം ആളും ആരവും ഒന്നും വേണ്ട. മനസ്സിലായോ നിനക്ക്? വൈഭവ് പറഞ്ഞതും സിദ്ധു ഒന്ന് മൂളി. അവനെടുത്ത തീരുമാനത്തിൽ നിന്ന് അവനൊരു മടക്കമില്ലെന്ന് സിദ്ധുവിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പിന്നൊന്നും പറഞ്ഞില്ല. ഹോസ്പിറ്റൽ റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന സേതുവിൻ്റെ അരികെ ഇരിക്കുകയാണ് ശിവ. അയാളുടെ കയ്യിലേക്ക് തൻ്റെ തല വെച്ച് സേതുവിനെ നിറമിഴികളോടെ നോക്കിക്കിടന്നു. നാളെ കാലത്ത് ഓപ്പറേഷനാണ്. പണത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എല്ലാം റെഡിയാണെന്ന് അവൾ പറഞ്ഞു സേതുവിനോട്. കരയുവാണോ എൻ്റെ കുറുമ്പി? കണ്ണുകൾ തുറക്കാതെ ചുണ്ടിലൊരു ചിരിയുമായി സേതു ചോദിച്ചതും ശിവ പെട്ടെന്ന് തലപൊക്കി നോക്കി. അച്ഛേ. അവൾ തൊണ്ടയിടറി വിളിച്ചതും സേതുവിൻ്റെ നെഞ്ചൊന്നു പൊള്ളി. ശിവയ്ക്ക് താൻ എപ്പോഴും സേതുവച്ചനാണ്. അവൾക്ക് ഏറ്റവും വേദനിക്കുമ്പോഴാണ് ശിവ അയാളെ അച്ഛയെന്ന് വിളിക്കാറ്. സേതു അവളെ അടുത്തേക്ക് വിളിച്ചതും ശിവ അയാളുടെ അടുത്തേക്ക് കുറച്ച് കുനിഞ്ഞു ചെന്നതും സേതു ഒന്നുയർന്നു പൊങ്ങി അവളുടെ നെറുകയിൽ ചുംബിച്ചു. ശിവ ഒന്ന് ചിരിച്ചു. അവളുടെ ഉള്ളിലെരിയുന്ന കനലിന് ഒരു ആശ്വാസമേകാൻ അത് ധാരാളമായിരുന്നു. അച്ഛയുടെ മോള് പേടിക്കണ്ട കേട്ടോ. ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് അച്ഛന്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അങ്ങേര് മുകളിലോട്ട് വിളിക്കത്തില്ല കേട്ടോ. അയാൾ അവളുടെ കവിളിൽ തലോടി ഒരു ചിരിയോടെ പറഞ്ഞു. ഉവ്വ. വയ്യാണ്ടായി കിടന്നാലും ഫിലോസഫിക്ക് ഒരു കുറവുമില്ല. സേതുവിൻ്റെ വർത്തമാനം കേട്ട് ശിവയുടെ ചുണ്ടു പുറത്തു. അയാൾ അവളെ ഒന്ന് നോക്കി ചിരിച്ചു. ആഹാ, സേതു സാർ ഇപ്പോൾ ഉഷാറായല്ലോ. ഇവരുടെ ചിരി കണ്ടുകൊണ്ട് വന്ന ഡോക്ടർ ഹരി അവരെ നോക്കി ചോദിച്ചു. ഹരി ഡോക്ടർ ആയിരുന്നു സേതുവിനെ ആദ്യം കൺസൾട്ട് ചെയ്തത്. എനിക്കെന്താ ഡോക്ടറെ ഉഷാറിന് കുറവ്? ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചത് ദേ ഈ നിൽക്കുന്ന എൻ്റെ കാന്താരി മോള. ഡോക്ടർക്ക് അറിയോ, ബാക്കി എല്ലാ കാര്യത്തിനും ഭയങ്കര സാമർഥ്യക്കാരിയായി ഇവള്.
പക്ഷേ എനിക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയാകും. അടുത്ത് നിൽക്കുന്ന ശിവയെ തട്ടി സേതു പറഞ്ഞതും ശിവ അയാളുടെ കയ്യിൽ ചെറുതായി ഒന്ന് പിച്ചി. ഹരി അത് ഒരു ചിരിയോടെ നോക്കി. അപ്പോൾ നാളെ ഏർലി മോർണിംഗ് ഒരു 4 മണിക്കാണ് ഓപ്പറേഷൻ. ഇന്നിനി രാത്രി ഫുഡൊന്നും കൊടുക്കണ്ട. ലൈറ്റായിട്ട് വല്ല ജ്യൂസോ മറ്റോ കൊടുത്താൽ മതി കേട്ടോ. ഹരി പറഞ്ഞു കൊടുത്തതും ശിവ അതിനെല്ലാം തലയാട്ടി. ഡോക്ടർ മുറിയിൽ നിന്ന് പോയതും സേതു ശിവയുടെ കയ്യിൽ പിടിച്ചു. അവൾ എന്താണെന്ന് ചോദിച്ചു. മോളെ, നേരത്തെ ഞാൻ പണത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ നീ ഒന്നും പറഞ്ഞില്ല. എങ്ങനെയാ ഓപ്പറേഷനുള്ള പണം റെഡിയായത്? സേതു ചോദിച്ചതും ശിവ ഒരു ചെറുചിരിയോടെ അയാളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചു. ഈ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞ് എന്റെ സേതു വെച്ച പഴയതുപോലെ ആരോഗ്യവനായി ഇരിക്കുമ്പോൾ ഞാൻ പറയാം. ഒന്ന് മാത്രം പറയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറാൻ പോവുകയാ. നല്ലൊരു മാറ്റം നമുക്കുണ്ടാവാൻ പോവുകയാ. അവൾ പറഞ്ഞത് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും സേതുവിൽ ആശ്വാസത്തിന്റെ ഒരു ചിരി വിരിഞ്ഞു. ശിവ സേതുവിന് ജ്യൂസും മരുന്നും കൊടുത്ത് കിടത്തിയ ശേഷം മുറിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് പുറത്ത് ഭിത്തിയിൽ ചാരി നിൽക്കുന്ന ചൈത്രയെ അവൾ കാണുന്നത്. ശിവ പതിയെ ചെന്നവളുടെ തോളിൽ തൊട്ടതും നിറഞ്ഞ മിഴിയോടെ ചൈത്ര അവളെ നോക്കി. അപ്പോൾ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അവൾ ചോദിച്ചതും ശിവ അതേ എന്ന് തലയാട്ടി. വൈഭവുമായുള്ള കരാറിന്റെ കാര്യം അവൾ ആകെ പറഞ്ഞത് ചൈത്രയോടാണ്. അപ്പോൾ തന്നെ ചൈത്ര അത് എതിർത്തതാണ്. ഈ തീരുമാനം മാറ്റാൻ അവളോട് ആവശ്യപ്പെട്ടതുമാണ്. ഇനിയൊരു തിരിച്ചുപോക്കില്ല ചിത്തു. എനിക്ക് വലുത് എന്റെ സേതു വെച്ചയാ. നിങ്ങളാണ്. ഇതിലൂടെ എല്ലാവർക്കും ഗുണമേ ഉണ്ടാവൂ. എല്ലാവരും രക്ഷപ്പെടാൻ ഇതാ നല്ലത്, ശിവ പറഞ്ഞു. നിന്റെ ജീവിതം ഇല്ലാതാക്കിയുള്ള ഒരു രക്ഷപ്പെടൽ ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? നീ എന്താ ശിവ നിന്നെപ്പറ്റി ചിന്തിക്കാത്തത്? ഇത് വേണ്ടടാ, മറ്റൊരു വഴി നമുക്ക് നോക്കാം, ചിത്തു പറഞ്ഞു. ഇല്ല ചിത്തു, ഇനിയൊരു പിന്മാറ്റവുമില്ല. എടുത്ത തീരുമാനം തെറ്റാണെന്ന് ബുദ്ധി പറയുമ്പോഴും ഇപ്പോൾ തെളിഞ്ഞ ഈ വഴിയിൽ എന്തൊക്കെയോ ഒരു ശരിയുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്, ശിവ ഉറപ്പോടെ പറഞ്ഞതും ചൈത്ര വേദനയോടെ അവളെ നോക്കി. അവളുടെ നോട്ടം കണ്ട് ശിവ അവളെ കണ്ണ് ചിമ്മി കാണിച്ചു ചിരിച്ചു. അല്ലേലും അങ്ങനെയാണ്. എത്ര വേദന ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലടക്കി പുറമേ ചിരിക്കാൻ മിടുക്കിയാണ് അവൾ. നീ സേതുവച്ചന്റെ അടുത്ത് പോയിരുന്നോ ചിത്തു? ഞാൻ താഴെ കൗണ്ടറിൽ ഒന്ന് പോയി വരാം, ശിവ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങി. അവൾ പോകുന്നത് നോക്കി ചൈത്ര ഒരു നിമിഷം നിന്നു. ഈശ്വര, ശക്തി കൊടുക്കണേ ആ പെണ്ണിന്, കൂടെ ഉണ്ടാവണേ. അവൾ നിൽക്കുന്ന ഫ്ലോറിന്റെ അറ്റത്തുള്ള ചെറിയൊരു ശിവവിഗ്രഹത്തെ നോക്കി ചൈത്ര പ്രാർത്ഥിച്ചു. ത്രിസന്ധ്യ കഴിഞ്ഞപ്പോഴാണ് വൈഭവിന്റെ കാർ മംഗലത്ത് തറവാടിന്റെ മുറ്റത്ത് വന്ന് നിന്നത്. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൻ ഒന്ന് ചുറ്റും നോക്കി. അമ്മായിമാരെല്ലാം വന്ന ലക്ഷണം കാണുന്നുണ്ട്. മുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ എല്ലാം കണ്ട് അവൻ തന്റെ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. രാവിലെയായിരുന്നു സേതുമാധവന്റെ ഓപ്പറേഷൻ. വെളുപ്പിനെ തുടങ്ങിയ ഓപ്പറേഷൻ തീർന്നത് ഉച്ചയ്ക്ക് തിരിഞ്ഞ് 2 മണിക്ക് ശേഷമാണ്. അതിനുശേഷം അയാളുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആയതിനു ശേഷമാണ് ഹോസ്പിറ്റലിൽ നിന്ന് വൈഭവ് ഇറങ്ങിയത്. ഹോസ്പിറ്റലിൽ വെച്ച് ശിവാമിയെ കണ്ടിരുന്നുവെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും അവളോടൊന്ന് മിണ്ടുവാൻ അവൻ ശ്രമിച്ചില്ല. കാറിൽ കയറിയപ്പോഴാണ് ഫോൺ സൈലന്റ് മോഡിൽ നിന്ന് മാറ്റി നോക്കിയത്. 29 മിസ് കോൾസ്. അതിൽ കൂടുതലും സിദ്ധുവിന്റെയും മുത്തശ്ശന്റെയുമാണ്. ശിവാമിയുമായുള്ള വിവാഹകാര്യം ഇന്ന് തന്നെ അറിയിക്കണമെന്ന് സിദ്ധുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റിയാക്ഷനാണ് ഈ ഫോൺ കോൾസ്. മുറ്റത്ത് വന്നിരിക്കുന്ന അമ്മായിമാരുടെ കാറും. വൈഭവ് തന്റെ മുറിയിൽ ചെന്ന് ഫ്രഷായി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നിറങ്ങി നേരെ ബാൽക്കണിയിലെ മീൻ ബാഗിൽ ചെന്ന് ചാരിയിരുന്ന് കണ്ണുകളടച്ചു. പെട്ടെന്ന് നെറ്റിയിൽ ഒരു നനുത്ത സ്പർശമറിഞ്ഞ് കൂട്ടത്തിൽ നല്ല കോഫിയുടെ വാസന മൂക്കിലേക്ക് ഇരച്ചു കയറി. കണ്ണുകൾ തുറക്കാതെ തന്നെ അതാരാണെന്ന് മനസ്സിലായ വൈഭവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ കണ്ണു തുറന്ന് ഒന്ന് നോക്കിയതും കണ്ടു ഒരു പുഞ്ചിരിയോടെ വലതു കൈ കൊണ്ട് തന്റെ നെറ്റി തടവുന്ന വാമിക എന്ന അവന്റെ അപ്പമ്മയെ. അവരുടെ മറുകൈയിൽ അവന് കുടിക്കാനുള്ള കോഫിയുമുണ്ട്. എനിക്കറിയാമായിരുന്നു ഞാൻ വന്നതറിഞ്ഞ് ഇപ്പോൾ ഇങ്ങെത്തുമെന്ന്, അവനൊരു ചിരിയോടെ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി ചുണ്ടോട് ചേർത്തു. വാമിക പതിയെ അവന് മുൻപിലുള്ള ചെയറിലേക്കിരുന്നു. അമ്മായിമാര് 2 പേരും വന്നിട്ടുണ്ടല്ലേ? അവൻ ചോദിച്ചതും വാമിക അതേ എന്നൊന്ന് തലയാട്ടി. താഴെ മുത്തശ്ശന്റെ റൂമിൽ നിന്ന് ഒച്ച കേൾക്കാം. എന്റെ കല്യാണം തന്നെയാവും അവിടെ ചർച്ച അല്ലേ? അവൻ വീണ്ടും ചോദിച്ചതും വാമിക ഒന്നും മറുപടി പറയാതെ അവനെ തന്നെ നോക്കിയിരുന്നു. എന്താ ഒരു ഗൗരവം? കോഫി കുടിച്ചുകൊണ്ട് തന്നെ അവൻ കളിയോടെ ചോദിച്ചതും വാമിക അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവരുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ശിവാമി സേതുമാധവ്, അതാണ് ആളുടെ പേര്. നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ MBA കഴിഞ്ഞു. ഇപ്പോൾ സൗവർണികയുടെ അഡ്മിൻ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. കോളേജിൽ വെച്ചാണ് കണ്ട് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഉടനെ ഒരു വിവാഹത്തിന്റെ ആവശ്യം വന്നപ്പോൾ മുത്തശ്ശനെ അറിയിച്ചു, അത്രയേയുള്ളൂ. അതിൽ കൂടുതൽ ഇനി എന്തേലും അറിയണോ എന്റെ അപ്പമ്മയ്ക്ക്? ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ ചോദിച്ചതും വാമിക അവന്റെ ഒപ്പം എഴുന്നേറ്റ് നിന്നു. അവൻ ചെരിഞ്ഞ് അവരെ ഒന്ന് നോക്കി. നീ ഇപ്പോൾ എന്നോട് പറഞ്ഞതിൽ സത്യവുമുണ്ട് കള്ളവുമുണ്ട്. അതിലെ കള്ളം സത്യമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം നമ്മൾ സ്വന്തം ലാഭത്തിനായി എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അത് മറക്കരുത്. അവന്റെ മുഖത്ത് തന്നെ നോക്കി തന്റെ കൈവിരലുകൾ ആംഗ്യം കാണിച്ചവർ അത് പറഞ്ഞതും വൈഭവ് ഒരു നിമിഷം നിശബ്ദമായി. അവനറിയാമായിരുന്നു ആരെ പറ്റിച്ചാലും ഈ ഒരാളെ മാത്രം പറ്റിക്കാൻ തനിക്കാവില്ലെന്ന്. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. എന്തായാലും അപ്പമ്മ ഉണ്ടാവും എൻ്റെ കുട്ടിയോടൊപ്പം.
അവൻ്റെ കവളിൽ ഒന്ന് തഴുകി അവനോട് അത്രയും കൂടെ മനസ്സാലം മൊഴിഞ്ഞു വാമിക. വൈഭവ്. പെട്ടെന്ന് വിളികേട്ട് വൈഭവും വാമികയും ഒന്നിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പോൾ കണ്ടു മുറിയിലേക്ക് വരുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയെയും. അവരെ കണ്ടതും വൈഭവിനെ ഒന്ന് നോക്കിയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കോഫിയുടെ കപ്പും വാങ്ങി വാമിക മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വരവിൻ്റെ ഉദ്ദേശം മനസ്സിലായതുപോലെ വൈഭവ് അവരെ നോക്കി ഒരു ചിരിയോടെ നിന്നു. വാമിക മുറിയിൽ നിന്ന് താഴെ വരുമ്പോൾ കണ്ടു സ്റ്റെപ്പിന് താഴെ നിന്ന് മുറുമുറുക്കുന്ന ചേച്ചിമാരെ. അച്ഛനും അമ്മയും അകത്ത് വൈഭവിനോട് എന്താണ് പറയുന്നതെന്ന് അറിയാനുള്ള നിൽപ്പാണ് ഇതെന്ന് വാമികയ്ക്ക് മനസ്സിലായി. വൈഭവിൻ്റെ മുറിയിലേക്ക് അവർ കയറില്ല. അതിന് അവൻ്റെ വിലക്കുണ്ടവർക്ക്. അവൾ അവരെ ഒന്നും നോക്കാതെ നേരെ അടുക്കളയിലേക്ക് പോയി. ഓ, കൊച്ചമ്മ എന്തേലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പോയതാവും അവൻ്റെ അടുത്ത്. അല്ലേലും അവള് മതിയല്ലോ ആ ചെക്കന്. നമ്മളെയൊന്നും അവന് പിടിക്കില്ലല്ലോ. ആ, ചേച്ചി മിണ്ടാതേരി, അവള് കേൾക്കും. വാമിയയ്ക്ക് സംസാരത്തിനേ കുഴപ്പമുള്ളൂ. അവർക്കെല്ലാം കേൾക്കാം. ഇനി നമ്മൾ പറയുന്നത് കേട്ടിട്ട് അതാ തലതെറിച്ച ചെറുക്കൻ്റെ അടുത്ത് എങ്ങാനും പോയി പറഞ്ഞാൽ അത് മതി. അവനിവിടെ ഭൂകമ്പം ഉണ്ടാക്കും. വൃന്ദ തൻ്റെ ചേച്ചി വിദ്യയോട് പറഞ്ഞതും ഞാനിനി ഒന്നും പറയുന്നില്ല എന്ന മട്ടിലിരുന്നു വിദ്യ.